2020 താനും ഭാര്യയും വോട്ട് ചെയ്തിട്ടുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വി എം വിനു. വിനുവിനെ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നെന്ന ആരോപണം DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഇന്ന് ആവർത്തിക്കുകയും ചെയ്തു. അതിലേക്ക് ഞാൻ വോട്ട് ചെയ്തതാണ്. എൻ്റെ കൗൺസിലർ മത്സരിച്ചിരുന്ന രാജേഷിന് വേണ്ടിയിട്ട് ഞാൻ വോട്ട് ചെയ്തതാണ്. ഞാനും എൻ്റെ വൈഫും വോട്ട് ചെയ്തതാണ്. ആ സ്ഥലത്ത് 18-20 കൊല്ലം താമസിക്കുന്ന സ്ഥലത്ത് ഞാനില്ല, ചുറ്റുപാടുള്ളവർ പേരുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതാണ് അപ്പം എൻ്റെ വീടും ഞാനെല്ലാം ഭൂമിയുടെ അടിയിലേക്ക് താണുപോയത്. അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രവുമല്ല, ഈ പട്ടികക്കകത്ത് ഇതിന്റെ അകത്ത് കൃത്രിമം നടന്നിട്ടുണ്ട്. വിനു വോട്ട് ചെയ്തിട്ടുണ്ട് 2000. ഇപ്പോൾ ആ വോട്ടർ പട്ടിക കോഴിക്കോട് കോർപ്പറേഷന്റെ കസ്റ്റഡിയിലാണ്. സൈറ്റ് പോലും ഇല്ല. അതിൽ കോർപ്പറേഷൻ ഡെലിബറേഷൻ ആയിട്ട് നടത്തിയ മാൽ പ്രാക്ടീസ് ആണ് ഇപ്പോൾ ഇതും നടത്തിയിരിക്കുന്നത്. വോട്ടില്ലാത്ത സ്ഥാനാർത്ഥിയെ വെച്ചാണ് കോൺഗ്രസ് കോർപ്പറേഷൻ പിടിക്കാൻ പോകുന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി മെഹബൂബ്. വിനുവിന് നിയമപരമായല്ലാതെ വോട്ട് അനുവദിച്ചാൽ എതിർക്കുമെന്നും CPIM പറഞ്ഞു. വിനു രാഷ്ട്രീയക്കാരനാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും വിനുവിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വിനുവിൻ്റെ വോട്ട് നോക്കാൻ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ബാധ്യത ഉണ്ടല്ലോ, ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ബാധ്യത ഉണ്ടല്ലോ. അതൊന്നും നോക്കാതെ വോട്ടർ പട്ടികയിൽ പേരില്ലാതെ വന്നിട്ട് ഇപ്പോൾ സർക്കാരിനെയും വോട്ട് ചേർത്തിയ അതിൻ്റെ അധികാരികളെയും കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യമുള്ളത്? വി എം വിനുവിൻ്റെ പേര് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലും ഇല്ല. വിനുവിന് 2020 വോട്ടില്ല എന്ന് കോർപ്പറേഷൻ റിട്ടേണിംഗ് ഓഫീസറുടെ പ്രാഥമിക കണ്ടെത്തലുണ്ട്. മുൻ പട്ടികയിൽ പേരില്ലെന്ന് കണ്ടിട്ടും വോട്ട് ചെയ്തെന്ന് ആവർത്തിച്ച് വിനുവും കോൺഗ്രസും രംഗത്തുണ്ട്. കോർപ്പറേഷൻ 8ാം ഡിവിഷനിൽ 4ാം നമ്പർ ബൂത്തിൽ താൻ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് വിനു പറയുന്നത്. 20 കൊല്ലമായി താമസിക്കുന്നത് ഇതേ മേൽവിലാസത്തിലാണ്. 2020 രാവിലെ ചെന്ന് വോട്ട് ചെയ്തു എന്നാണ് വിനു പറയുന്നത്. പട്ടികയിൽ പേരില്ലാതെ എങ്ങനെ വോട്ട് ചെയ്തു എന്നതാണ് ചോദ്യം. കള്ളവോട്ടാകില്ലേ എന്നതാണ് മറ്റൊരു ചോദ്യം. വി എം വിനുവിൻ്റെ പേരുള്ളത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിലാണ്. കോഴിക്കോട് നോർത്ത് മണ്ഡലം 79ാം നമ്പർ ബൂത്തിൽ 1088, 1091 വരെയുള്ള വോട്ടുകൾ വിനുവിൻ്റെ കുടുംബത്തിൻ്റേതാണ്. UDF മേയർ സ്ഥാനാർത്ഥി വിനുവിന് വോട്ട് ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞത് അന്തിമ വോട്ടർ പട്ടിക അല്ലെങ്കിൽ വോട്ട് ഇല്ല എന്നറിഞ്ഞത് അന്തിമ വോട്ടർ പട്ടിക വന്നതിനും ദിവസങ്ങൾക്ക് ശേഷമാണ്. വോട്ട് നിഷേധം അനീതിയാണ് എന്നാണ് വിനു പറയുന്നത്. CPIM നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. UDF മേയർ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കാതെയാണ്. DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ മുൻകൈയെടുത്ത് വിനുവിനെ മേയർ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. സെപ്റ്റംബർ 29 പ്രാഥമിക പട്ടികയിൽ പേരില്ലാത്തവർക്ക് അപ്പീൽ നൽകാൻ അവസരമുണ്ടായിരുന്നു. സമയപരിധി കഴിഞ്ഞ് പരിശോധന ഇല്ലാതെയാണ് വിനുവിനെ കോൺഗ്രസ് നിശ്ചയിച്ചത് എന്നതാണ് ഇതിലെ പ്രശ്നം. സനീഷ, അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് സെപ്റ്റംബർ 29 പ്രാഥമിക പട്ടികയിൽ പേരില്ലാത്തവർക്ക് അപ്പീൽ നൽകാൻ അവസരമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പോലും ഇതൊന്നും പരിശോധിച്ചിട്ടില്ല. ഈ വോട്ടർ പട്ടിക എടുത്തൊന്ന് തുറന്നു നോക്കിയിട്ടില്ല. ആര് വിനു നോക്കേണ്ട കാര്യമില്ല, അത് പോട്ടെ. പക്ഷേ ആ സംവിധാനം, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്ന പാർട്ടി അത് നോക്കേണ്ടതായിരുന്നില്ലേ? നിശ്ചയമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നെയാണ് ഇതിനകത്തുള്ളത്. അതായത് ഇത് പ്രാഥമികമായി തന്നെയും കോൺഗ്രസിൻ്റെ വീഴ്ചയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിപ്പോൾ ഇവർ വളരെ സീരിയസ് ആയിട്ടൊരു സിനിമ എടുക്കാൻ പുറപ്പെട്ടിട്ട് ആദ്യം തന്നെ കോമഡി പടമായി പോയതുള്ളൊരു അനുഭവമായി പോയി. അതായത് മേയർ സ്ഥാനത്തേക്കാണ് കൊണ്ടുവന്ന് നിർത്താൻ നോക്കിയത്. വോട്ട് നോക്കുക എന്ന് വെച്ചാൽ ഒരു പ്രാഥമികമായിട്ടൊരു കാര്യം ചെയ്യേണ്ടതല്ലേ? ഇവരിത് ഈ പറയുന്നതെല്ലാം ഉരുണ്ട് വീഴുന്നതിന് ശേഷം ഇങ്ങനെ കിടന്ന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചുമ്മാ ഓരോ കാര്യങ്ങൾ പറയാണ് എന്ന് തോന്നലല്ലേ സ്വാഭാവികമായിട്ട് നാട്ടുകാർക്ക് ആകെ തന്നെ ഉണ്ടാവും. ഇത് വളരെ വ്യക്തമാണ്. 2020 അദ്ദേഹത്തിൻ്റെ വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല. അദ്ദേഹം വോട്ട് ചെയ്തു എന്ന് പറയുന്നത് ഒരുപക്ഷെ പിറ്റേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേത് ആയിരിക്കാം. അല്ലെങ്കിൽ ഒന്നുകിൽ അദ്ദേഹത്തിന് വിട്ടുപോയതായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം അത് അങ്ങനെ പറയുന്നതായിരിക്കാം. ശരിയാണ്, അദ്ദേഹം വി എം വിനു ഒരു സിനിമാ സംവിധായകനാണ്. അദ്ദേഹം ഇപ്പോൾ ബാലേട്ടൻ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ മോഹൻലാലും തിരക്കഥയും കഥയെല്ലാം ആയതിനു ശേഷം ക്യാമറ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതായിരിക്കും അദ്ദേഹത്തിൻ്റെ ജോലി, പ്രാഥമികമായിട്ടുള്ള ജോലി. അപ്പോൾ അദ്ദേഹം എൻ്റെ വോട്ടർ പട്ടിക ഞാൻ 10-15 അദ്ദേഹം ചോദിക്കുന്നില്ല, വളരെ നിഷ്കളങ്കമായിട്ട് ചോദിക്കുക, ഞാനിവിടെ 10-18 കൊല്ലമായിട്ട് ജീവിക്കുന്ന സ്ഥലത്ത് എനിക്ക് വോട്ടർ പട്ടികയിൽ പേരില്ലാതിരിക്കുമോ എന്ന് വെച്ചാൽ പേര് പോയി ചേർക്കുകയും പേര് ഉണ്ടോ എന്ന് നോക്കുകയും ഒക്കെ വേണം. നമ്മൾ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് എൻ്റെ നാട്ടിലുള്ള വോട്ട് ഞാൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇങ്ങോട്ടേക്ക് തൃക്കാക്കരയിലേക്ക് മാറ്റി. ഞാൻ ചെന്ന് വിളിച്ചു നോക്കി, അതിൻ്റെ ആളുകളോട് സംസാരിച്ചു, ഉണ്ടെന്ന് ബോധ്യപ്പെട്ടു. ഇപ്പോൾ പ്രത്യേകിച്ച് SIR ഒക്കെ വരുന്നതുകൊണ്ട് എല്ലാ ആളുകളും അവരവരുടെ വോട്ട് ഉണ്ടോ, വോട്ട് തള്ളിപ്പോകുമോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വോട്ട് ചോരി എന്നാണ്. അത് കോൺഗ്രസ്സുകാർ ഒന്ന് പുനരാലോചിക്കണം ഇങ്ങനെ പറയുന്നത്.
രാഹുൽ ഗാന്ധി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര വിഷയം എന്ന നിലക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വോട്ട് ചോരിയെ ഇവർ പരിഹാസ്യമാക്കുകയാണ്. അതായത് അവരുടെ പണി കൃത്യമായിട്ട് എടുക്കാതെ ഇത് ഈ തെരഞ്ഞെടുപ്പിൻ്റെയോ അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ കാലം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കോഴിക്കോട് DCC ചെയ്ത മണ്ടത്തരത്തോളം വലിയ കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്നൊന്നും വന്നിട്ടില്ല. അതായത് ഒരു മേയർ സ്ഥാനത്തേക്ക് ഒരാളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ പേപ്പറിൽ കാര്യങ്ങളെല്ലാം ശരിയല്ലേ എന്ന് നോക്കാനുള്ള പണിയെടുക്കാതെയാണ് ഇവിടെ വന്നിട്ട് CPMകാർ വോട്ട് ചോരി നടത്തി എന്ന് പറയുന്നത്. ആരാ വിശ്വസിക്കുക? അരിഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ വിശ്വസിക്കും. അപ്പോൾ എന്നിട്ട് രാഹുൽ ഗാന്ധി വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യത്തെ എടുത്തിട്ട് വോട്ട് ചോരി എന്ന് ഇതിനോട് ചേർത്ത് വെക്കുകയാണ്. രാഹുൽ ഗാന്ധി പറയുന്ന കാര്യത്തെക്കുറിച്ച് പോലും ഈ രാഹുൽ ഗാന്ധി പറയുന്ന വിഷയത്തിൻ്റെ ഗൗരവം തിരിച്ചറിയുന്ന അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് തന്നെയുള്ള രാഷ്ട്രീയത്തിലെ ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്താണ് ഹർഷ? അതായത് പല സംസ്ഥാനങ്ങളിലും ഈ വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനും വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കാനും ഉള്ള സംവിധാനം കോൺഗ്രസിനില്ല. വന്ന് വോട്ട് ചെയ്തതിന് ശേഷം ഇലക്ഷനിൽ വോട്ട് നടക്കുന്ന ദിവസം നമ്മുടെ വോട്ടെല്ലാം വീണിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള സംവിധാനം താഴെ തട്ടിൽ കോൺഗ്രസിനില്ല എന്ന് അതിനെ തന്നെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരായ ആളുകൾ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ തന്നെ കോൺഗ്രസ് ഗൗരവത്തോടു കൂടി കാണുന്നില്ല ഈ ഗ്രൗണ്ടിലെ പ്രവർത്തനങ്ങളെ എന്ന് വിമർശിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് ഇത്രയും ഗൗരവതരമായൊരു കാലത്ത് 2 ടേമിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് ഔട്ടായി, ഭരണത്തിൽ നിന്ന് 2 ടേമിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്ന് ഭരണത്തിൽ നിന്ന് ഔട്ടായി. അങ്ങനെ ഇരിക്കുന്നൊരു പാർട്ടി ഈ കാര്യങ്ങൾ കുറച്ച് ഗൗരവത്തോടെ നോക്കേണ്ടതല്ലേ? ഒരു DCC പ്രസിഡന്റ് വന്നിട്ട് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചൊരു മനുഷ്യനെയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയും. ആളുകൾ പറയില്ലേ മണ്ടത്തരമല്ലേ പറയുന്നത്? ആർക്കാണ് മനസ്സിലാകാത്തത്? 2020 വോട്ടർ പട്ടിക അദ്ദേഹത്തിൻ്റെ പേരില്ല. ഈ തവണ ഉണ്ടോ എന്ന് നോക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ ഈ മോഹൻലാലിൻ്റെ വലിയ ഹിറ്റ് സിനിമയാണ് ബാലേട്ടൻ, അതിൻ്റെ സംവിധായകനാണ് VM വിനു. ഈ പറയുന്ന മോഹൻലാലിൻ്റെ ഡേറ്റ് വാങ്ങിച്ച് വളരെ നിമിഷങ്ങൾക്ക് ലക്ഷങ്ങളുടെ വിലയുള്ള മോഹൻലാലിനെ അവിടെ കൊണ്ടുവന്ന് വെച്ച് കഥയും തിരക്കഥയൊക്കെ നേരത്തെ തന്നെ എഴുതി ഉണ്ടാക്കിയിട്ട് മറ്റ് സഹനാടന്മാരെയൊക്കെ വെച്ചിട്ട് ലൊക്കേഷൻ നിശ്ചയിച്ച് അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ക്യാമറ ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതെന്തൊരു മണ്ടത്തരായിരിക്കും. ക്യാമറയും കൂടെ ആദ്യമേ ഫിക്സ് ചെയ്ത് വെക്കേണ്ടല്ലേ? എന്നിട്ട് ക്യാമറ കൊണ്ടുവരാത്തതിന് പിന്നെ മമ്മൂട്ടി ഫാൻസിനെ ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ വല്ല കാര്യമുണ്ടോ? അവനവൻ്റെ പണിയെടുക്കണം. അപ്പോൾ ചോദിക്കില്ലേ നാട്ടുകാർ? ഇന്ന് ഞാൻ മനോരമയുടെ മറ്റു സൈറ്റിൽ കണ്ടു ഒരു ബൈറ്റ്, അവർക്ക് മാത്രമേ കിട്ടിയുള്ളൂ. ഒരു നാട്ടുകാരൻ ചോദിക്കുകയാണ്, നാട്ടുകാരൻ VM വിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയിലുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹം അതിലപ്പുറം ചോദിക്കാൻ പാടില്ലാത്തതുകൊണ്ട് സ്വന്തം വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുണ്ടോ എന്ന് നോക്കാത്ത നിങ്ങളാണോ മേയറായിട്ട് വരുന്നത് എന്ന് ചോദിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഞാനിത് VM വിനുവിനെതിരായിട്ടുള്ള ആക്ഷേപമായിട്ടല്ല പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാഥമിക പ്രവർത്തന മണ്ഡലം രാഷ്ട്രീയമല്ല. അദ്ദേഹം ഒരുപക്ഷെ വളരെ ചെറിയ പ്രായത്തിലെങ്ങാനും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം എന്നല്ലാതെ ഈ ഗ്രൗണ്ടിൽ നടക്കുന്ന സംഗതികളെ കുറിച്ച് അങ്ങനെ നോക്കിയിട്ടുണ്ടാകില്ല. പക്ഷേ പാർട്ടി അതും മേയർ സ്ഥാനം പോലുള്ള സ്ഥലത്തേക്ക് നിർണ്ണയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നോക്കേണ്ടതായിരുന്നു. ഒന്ന്, ഈ ഘട്ടത്തിലെങ്കിലും ഈ കോൺഗ്രസ് പ്രധാനമായിട്ടും മറ്റു രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിൽ എല്ലാവരും അവരവരുടെ പ്രവർത്തകരോടും നേതാക്കളോടും സ്ഥാനാർത്ഥികളായ ആളുകളോടുമൊക്കെ ഇതേപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിലുള്ള കാര്യം ഞാൻ പറയാം, അത് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതായത് എന്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്, എന്താണ് ഈ ത്രിതല സംവിധാനം, എന്താണ് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത് എന്നിവയൊക്കെ പറഞ്ഞു കൊടുക്കണം. അതിനകത്ത് എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, എങ്ങനെയാണത് വാർഡുകൾ തിരിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്. ഈ വോട്ടർ പട്ടിക എന്ന് വെച്ചാൽ കേരള സംസ്ഥാനത്തിൻ്റെ മാത്രമായിട്ടുള്ള വോട്ടർ പട്ടികയാണ്. നമ്മൾ ലോക്സഭയിലും നിയമസഭയിലേക്കും വോട്ട് ചെയ്യുന്നത് മറ്റൊരു വോട്ടർ പട്ടികയിലാണ്. ഇത്തരം പ്രാഥമികമായ വിവരങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ചും കോൺഗ്രസ് ന്യൂസ് മലയാളം TV കാണണം, വാർത്താ ചാനൽ കാണണം, ഞങ്ങളുടെ വാർത്താ ചാനൽ കാണണം. ഇതിനകത്തെല്ലാം ഉണ്ട്. ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ വളരെ മുതിർന്ന ആളുകൾക്ക് പോലും ഈ കാര്യങ്ങളുടെ പ്രാഥമിക കാര്യങ്ങൾ അറിയില്ല എന്നൊരു തോന്നൽ വന്നതുകൊണ്ട് ഞങ്ങൾ കുറേ കൂടെ സീരിയസ് ആയിട്ടും കുറേ കൂടെ വലിയ എക്സ്പ്ലെയിനറും ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾ നിശ്ചയമായിട്ടും ന്യൂസ് മലയാളം കാണണം. രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുമാറി നിന്നാലുണ്ടാകുന്ന അപകടം ഇതാണെന്ന് സിനിമാക്കാരൊക്കെ മനസ്സിലാക്കാനും ഒരുപക്ഷെ ഇത് ഉപകരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും രാഷ്ട്രീയം ഉള്ളിൽ ഉള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇതിൽ പ്രായോഗികമായി അതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇങ്ങനെ ചില സംഗതികൾ കൂടിയുണ്ട്. ആ കാര്യങ്ങൾ കൂടി ബോധ്യപ്പെട്ടുകൊണ്ട് വേണം അതിലേക്ക് കിടക്കാൻ. മാത്രമല്ല ഇത് അവനവൻ്റെ ജീവിതമാണ്, അവനവൻ്റെ ലോകമാണ്, അവനവൻ്റെ ഭാവിയാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രാഷ്ട്രീയ ഇടപെടൽ നടത്താൻ എല്ലാവരും ആ കരുതൽ കാണിക്കണം. അതുകൊണ്ടാണല്ലോ സനീഷ് കണ്ണൂരുള്ള വോട്ട് ഇവിടെ കൊണ്ടുവന്ന് ചേർക്കുന്നത്, തൃക്കാക്കര കൊണ്ടുവന്ന് ചേർക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടല്ലല്ലോ. എനിക്ക് വോട്ട് ചെയ്യണം എന്നും എൻ്റെ പൗരാവകാശം വിനിയോഗിക്കണം എന്നുള്ള തീരുമാനമുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും ഇടപെടണം, എല്ലാവരും അവനവൻ്റെ വോട്ടിനെ കുറിച്ച് അന്വേഷിക്കണം. രണ്ടാമത് ഈ കോൺഗ്രസ് ഈ കാര്യത്തിൽ നടത്തുന്ന പ്രതികരണങ്ങൾ സങ്കടകരമാണ്. ഇപ്പോൾ ജയന്ത് നേതാവാണ്, പ്രധാനപ്പെട്ട നേതാവാണ് അവിടുത്തെ. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ തന്നെ വീണ്ടും ഇരുന്ന് പ്രതികരിക്കുന്നത്, ഇദ്ദേഹത്തോടൊപ്പം നിർത്തി പ്രതികരിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ തുടർച്ചയായ ചോദ്യത്തിൽ VM വിനു അസ്വസ്ഥനായി പൊട്ടിത്തെറിക്കുന്നുണ്ട് മാധ്യമങ്ങളോട് തന്നെ ഒരു ഘട്ടത്തിൽ. അപ്പോൾ ജയന്ത് ഇടപെടുന്നുണ്ട്. ജയന്ത് ഇടപെട്ട് പിന്നെയും സംസാരിക്കുന്നത്, അല്ല നിങ്ങൾ ഇതിനെ ഇങ്ങനെ
ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യരുത്. ഇത് കോൺഗ്രസിൻ്റെ വീഴ്ചയാണ് എന്ന മട്ടിൽ നിങ്ങളിങ്ങനെ പറഞ്ഞു പോകരുത്. അതല്ല യഥാർത്ഥത്തിൽ പ്രശ്നം. നാളെ നിങ്ങൾക്കും എനിക്കുമൊക്കെ ഇങ്ങനെ വോട്ടില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞ് കാടും പടലും തല്ലിപ്പോവുകയാണ്. അതായത് ഇതിൻ്റെ വസ്തുതയിലേക്ക് വരുന്നില്ല. അതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സത്യസന്ധമായി കാര്യങ്ങൾ പറയുക. ഇപ്പോൾ ഇവിടെ ഇത് ആദ്യമായിട്ട് കോൺഗ്രസിൽ ഈ സംഭവിച്ച കാര്യം മാത്രമല്ല, നമ്മൾ ഇന്നലെയും പറഞ്ഞു, ആന്തൂരിൽ സംഭവിച്ചു, ഞങ്ങളുടെ നാട്ടിൽ സംഭവിച്ചു. അവിടെയൊക്കെ സംഭവിക്കുമ്പോൾ എന്താണ്, ഇത് പാർട്ടിയിലെ പ്രാദേശിക പ്രവർത്തകർക്ക് സാധാരണ നാട്ടുകാരുമായി അവിടുത്തെ വോട്ടർമാരുമായി അടുത്തിടപഴകുന്ന ഒരു ബന്ധമില്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് സ്വയം വിമർശനപരമായി ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോവുക വേണ്ടത്. അതാണ് സംഘടനയുള്ള ഒരു പ്രസ്ഥാനം ചെയ്യേണ്ടത്. അതല്ല ചെയ്യുന്നത് എന്നുള്ളിടത്തിലാണ് വലിയ വീഴ്ച. ഇതിലെനിക്ക് ഏറ്റവും വലിയ ഒരു സങ്കടം കേരളത്തിൽ ഇത് സംഭവിച്ചത്. കേരളം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡാണ്. വളരെ ശക്തമായ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഏറ്റവും ശക്തമായ ഒരു പ്രദേശമാണ്. അവിടെ ഈ വോട്ടർ പട്ടികയിൽ ഈ കാര്യങ്ങൾ നേരത്തെ കാലത്തെ നോക്കി കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു രീതിയില്ല എന്ന് വന്നാൽ ബാക്കി എല്ലാ സ്ഥലത്തും ഇപ്പോൾ വോട്ട് ചോരി ആരോപണമൊക്കെ രാഹുൽ ഗാന്ധി ആത്മാർത്ഥമായി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെ വോട്ട് ചോരി ഉണ്ടാവാതിരിക്കും? അതായത് ഇത്തരം ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറി നടത്താമെന്ന് ആഗ്രഹിക്കുന്നവരെ ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയ്ക്ക് തടയാൻ കോൺഗ്രസ് ആഗ്രഹിച്ചാൽ പോലും, അതായത് നേതൃത്വം ആഗ്രഹിച്ചാൽ പോലും നടത്തിയെടുക്കാൻ തക്കവണ്ണമുള്ള ഒരു സംഘടനാ സംവിധാനം താഴെ ഇല്ല എന്ന് നമ്മൾ ആദ്യം മുതൽ പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അതുകൊണ്ട് എളുപ്പത്തിൽ ഇത് നടക്കും. അവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ നിലയ്ക്കുള്ള അട്ടിമറി നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കത് നടത്താൻ കഴിയും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെല്ലാം ഉത്തരവാദിത്വം ഉണ്ട്, അതുകൊണ്ട് അവർ നോക്കിക്കോണം എന്ന് പറഞ്ഞ് കാത്തിരുന്ന് ഇന്ത്യയിൽ ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗംഭീരമായി കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള കാലമുണ്ട്, ഇപ്പോൾ അതില്ല. അത് വേറൊരു കാര്യം. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടാലും ഇല്ലെങ്കിലും പ്രാദേശികമായി പാർട്ടി നേതാക്കന്മാർ ഇടപെടത്തില്ലേ? ഏതെല്ലാം തരത്തിൽ ഇടപെടും. വോട്ട് ചോരി, ഇപ്പോൾ ആളുകൾക്ക് പൈസ കൊടുത്ത് വോട്ട് മറിക്കുന്ന രീതിയുണ്ട് എന്ന് ഭയന്ന് പ്രാദേശിക നേതാക്കന്മാർ പല സ്ഥലത്തും പോയി രാത്രി കാവലിരിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, ഈ പണം കൊടുക്കാൻ വരുന്നവരെ പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ കണ്ണിൽ എണ്ണയൊഴിച്ച് പണിയെടുത്തിട്ടാണ് ഈ സംവിധാനത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്നത്. ജനാധിപത്യത്തെ ഈ കൂടുതൽ കറപ്റ്റഡ് അല്ലാതെ നിലനിർത്താൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തുന്നത്. ആ ശ്രമത്തിൽ ഈ നേതാക്കന്മാരും പങ്കാളികളാവുന്നില്ല. അതിൽ ആത്മാർത്ഥതയില്ല എന്നതിൻ്റെയാണ് പ്രശ്നം. ഇന്നലത്തെ ഈ ജില്ലാ പ്രസിഡന്റ്, DCC പ്രസിഡന്റ് പ്രവീണിൻ്റെ പ്രതികരണം അസാധ്യമാണ്. അത് ഇന്നലെ സനീഷ് പറഞ്ഞതുപോലെ എക്കാലത്തേക്കും എടുത്തു വെക്കേണ്ടതാണ്. ഞാൻ ആദ്യം നോക്കിയത് ഇനിയിപ്പോൾ വിനുവിൻ്റെ വോട്ടിലെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വോട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം പരിശോധിക്കുന്നത്. DCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ വോട്ട് പട്ടികയിൽ പരിശോധിക്കുന്നത് മേയർ സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ ബേജാറോടെയാണ് പരിശോധിക്കുന്നുള്ളത്. അങ്ങനെയല്ല വേണ്ടത്. അത് വളരെ കാര്യമായി നേരത്തെ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ഈ വോട്ടർ പട്ടിക വരുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തിരുത്താൻ അവസരം ഉണ്ടായിരുന്നു. ഇതിൽ അപ്പീൽ കൊടുക്കാൻ അവസരം ഉണ്ടായിരുന്നു. അപ്പീൽ കൊടുക്കാനുള്ള അവസരത്തിൽ പോലും അത് പരിശോധിച്ചില്ല എന്നുള്ളിടത്താണ് സംഘടനാപരമായ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് തിരിച്ചറിയുക. അതിന് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനവൻ തിരുത്താൻ ശ്രമിക്കുക. ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനമായ വോട്ട് ചേർക്കൽ സംബന്ധിച്ച ധാരണ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടായില്ല എന്നതാണ് കോഴിക്കോട്ടെ യഥാർത്ഥ വിഷയം. അതിനെ ഈ വിധം വൈകാരിക പ്രതികരണങ്ങൾ കൊണ്ട് മറികടക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? VM വിനുവും കോൺഗ്രസ് ജില്ലാ നേതൃത്വവും നടത്തുന്ന വിശദീകരണങ്ങളും ന്യായീകരണങ്ങളും എല്ലാം കേൾക്കുന്ന ഒരാളുടെ മനസ്സിൽ നിലവിലെ സാഹചര്യത്തെ പരിഹാസ്യമായി കാണാനേ സഹായിക്കൂ. രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തിയ വോട്ട് ചോരി കനമുള്ള ഒരു ആരോപണമാണ്. അതിനെ ന്യായീകരണ യുക്തിയിൽ ചുരുക്കി ഉപയോഗിച്ചാൽ ചോർത്തിക്കളയുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച അതിവിശാലമായ ആരോപണത്തിൻ്റെ പ്രഹരശേഷിയെ കൂടിയാണെന്ന് കോൺഗ്രസ് തിരിച്ചറിയട്ടെ.